അസറാലിന്റെ മാതിരി വലിപ്പമുള്ള ഞാൻ ഇത്രയും പോക്കറ്റുള്ള പാന്റ് ഇട്ട് പോകണം എന്തിനറിയാം? ഞാൻ കാണിച്ച വീഡിയോ ലാസ്റ്റ് വരെ കാണാം, അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ എന്റെ ബുദ്ധി. ഈ കുടഞ്ഞിട്ട് കവറിന്റെ അമ്മ എന്റെ കൈക്കൊക്കെ തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തിനാ പോണതെന്ന്. ഹൈ റാലിക്കടാ, നബിദിന റാലിക്ക്. എനിക്ക് പിന്നെ എന്റെ ഇമ്മർത്ത് നിന്ന് നോക്കിയാൽ കാണുന്നോട് തന്നെ മദ്രസ കൊണ്ട് കുഴപ്പമില്ല. കളക്ഷൻ ഒന്ന് ഡബിൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞാൻ എന്റെ ദീദിന്റെ മോളി ഇറക്കിയിരിക്കണം ചൊച്ചുനെ. അങ്ങനെ ദഫ് കൂട്ടിയാണ് കുട്ടികളെ പരിപാടി തുടങ്ങിയിട്ടാ. ഈ ചിരിച്ച് കളിച്ചിങ്ങനെ പീക്കിരി മക്കളെ കവർന്ന് ഇപ്പൊ നോക്കണം. 2 മണിക്കൂർ തന്നെ സാധാരണ സ്ത്രീ പ്രസവിക്കാനാകുമ്പോൾ അതിന്റെ പള്ളത്തിലുണ്ടാവും അതേ വലിപ്പം ഒറ്റയാളെ കവറൊക്കെ. പിന്നെ ഇത് ഞാൻ പഠിച്ച മദ്രസ് പണ്ട് നമ്മൾ പഠിച്ചപ്പോൾ ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ലേ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഫുൾ അപ്ഡേറ്റ് ചെയ്യല്. കുട്ടികളൊക്കെ ഇവിടെ റേഷൻ പേടിക്ക് പോകണ മാതിരി ഓരോരുത്തർ സഞ്ചി കയറ്റാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് പേരെ ആഴ്ച തന്നെ പേര് നമുക്ക് കിട്ടിയ ചിക്കൻ റോൾ ഹോർലിക്സും അതൊരു നല്ല തുടക്കമായിരുന്നു. இங்க நான் தான் கிங், நான் வச்சதான் ரூல்ஸ். அந்த ரூல்ஸ் எனக்கு இஷ்டத்துக்கு அப்பப்போ மாத்திட்டே இருப்பேன். അഫ്താബില്ലാതെ എന്ത് നബിദിനെ പരിപാടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങൂല. ഞാൻ ചെക്കനെ ഇറക്കി. അധികം എല്ലാവരും 5 രൂപ 10 രൂപ ബിസ്ക്കറ്റ് ആണ് തരില്ല. അതിലൊരു നാക്കില്ല, എന്നാലും കുഴപ്പമില്ല, പോക്കറ്റ് കിട്ടാലോ. പിന്നെ കിട്ടിയത് നെയ്യപ്പോ. അതൊരു എ ക്ലാസ് നെയ്യപ്പിനുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ടായി. ആൾബലം കൂട്ടാൻ വേണ്ടി ഞാൻ മാനേജറും കളത്തിലിറക്കി. ഒരു ആപ്പിൾ നിങ്ങൾ കിട്ടിയപ്പോൾ തന്നെ നല്ലതാണ് ചീത്താണ് പുഴുണ്ടോന്നും കൂടി നോക്കില്ല, തൊള്ളിക്കാണ് തിരികണ് ജസീം. പക്ഷേ ഈ വെയിലത്ത് ആപ്പിൾ കിട്ടിയപ്പോൾ നല്ലൊരു നാക്കായിട്ടാ. ശരിക്കും പൊട്ടിച്ച് കുട്ടിയൊക്കെ വിതറി കൊടുക്കാൻ വേണ്ടി. പക്ഷെ നമുക്കുള്ള നമ്മളതും സേഫ് ആക്കാം. ദീദിന്റെ മോളെ മൂന്ന കണ്ടാറേ അവള് വെയിലും കൊണ്ട് ആകെ ചത്തക്കണ്. എന്റെ വാപ്പ സീനാണല്ലോ, വാപ്പാന്റെ കവറൊക്കെ വേഗം അറിയണ്ടല്ലോ. ഇതാണ് കാമരാജ്. നമ്മുടെ നാട്ടിലെ അന്യസംസ്ഥാന തൊഴിലാളി ഒന്നും പറഞ്ഞ് കുറച്ചാട്ടാൻ പറ്റില്ല, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ചെക്കന്മാരൊക്കെ ഫ്രൂട്ടിനെ നമ്മളെടുത്ത് വിതരണം ചെയ്ത് കുട്ടികൾക്കൊക്കെ പാടെ വ്ളോഗാണ് കണ്ടപ്പോൾ ഫ്രൂട്ടി ബിസ്ക്കറ്റ് ഒന്നും വേണ്ട, ഇന്ന മതി. ഇപ്പൊ വലിയവർക്കാണെങ്കിൽ അങ്ങനെ തന്നെ എല്ലാവർക്കും ഇന്ന മതി. എന്താ ചെയ്യാ? യെസ്, ഇറ്റ്സ് ടൈം. അത് പുറത്തെടുക്കാൻ സമയമായിരിക്കുന്നു. നമ്മളോടെ കളി പർസിനൊക്കെ എത്ര നബിദിനെ കണ്ടതാ. അഫ്താബിന്റെ പോക്കറ്റുകളിൽ ഏതെങ്കിലും ഒരു പോക്കറ്റ് ഇപ്പൊ പെറു, അത് ഉറപ്പാ. എന്താണിത്, സഞ്ചരിക്കുന്ന ബേക്കറിയോ? ചെക്കന്മാരൊക്കെ പെരി പോയി സ്റ്റോക്ക് ഇറക്കിയാണ് കാലി കവറായിട്ട് ബിന്നി വന്നിട്ട്. അസീമിന്റെ പേര് ഇപ്രാവശ്യം ഫ്രൂട്ടി ആണ്. ഞാൻ എന്നിട്ട് ആരും കാണാതെ കാട്ടിൽ 2 ഫ്രൂട്ടി സേഫ് ആക്കിട്ട് നമുക്ക് നമ്മളെ കാര്യം എപ്പോഴും സേഫ് ആക്കും. ജസീമിന്റെ പാൻറ്റൊക്കെ സ്കാനറിൽ സ്കാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പലർക്ക് പേടിക്കുള്ള സാധനങ്ങൾ മൊത്തം കിട്ടും. ഏതായാലും കയ്യിലൊരു കവറും പോക്കറ്റ് നിറച്ച സാധനം. ഏത് മൂഡ് നബിദിന റാലി മൂഡ്. ലാസ്റ്റ് സൈർ ബാബുവിന്റെ പെരി ബേക്കാണ്ട് സർബത്തും കുടിച്ചപ്പോൾ ഉസാറായി. പെരി ചെന്നൊക്കെ ദീദിന്റെ മോളൊക്കെ വെയിലുണ്ട് കണ്ട് ICU നീച്ചെന്ന മാതിരി. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. പക്ഷെ ഞങ്ങൾ കളക്ഷൻ കണ്ട കളി ഞെട്ടും. ഇത് ഇന്ത്യ വാപ്പാന്റെ ദീദിന്റെ മോളിംഗ് കളക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു, നിങ്ങളെ പെങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നബിദിനെ അടുപ്പിച്ച് ഒക്കെപ്പാടെ പരീക്ഷണം കൊടുക്കുന്ന ഒരു കവറും കൊടുത്തിട്ട് നേരെ ടീമായിട്ട് ഇറക്കിയാണ് വിടുക. റിസ്ക് കുറയും ചെയ്യും, കിട്ടുന്ന സാധനത്തിന്റെ അളവ് കൂടും ചെയ്യും.